താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? കുട്ടിയുടെ പേരെന്താ? മിനി. നിന്റെ അല്ല, ഈ കുട്ടിയുടെ. കാത്തേനി. ആരാ മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തിയ ഗോപാലകൃഷ്ണൻ TP. ചുണ്ണാമുണ്ടോ കയ്യില്? സോറി, ഞാൻ മുറുക്കാറില്ല, നിർത്തിയതാ. എന്നാ ഞാനും നിർത്തി. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. ഞാൻ ഇത്തിരി ചുണ്ണാമ്പല്ലേ ചോദിച്ചുള്ളൂ. ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ, പിന്നെ എന്തിനാ അവരോട് ചോദിക്കണേ? ഞാനൊരു പുരുഷനല്ലടാ, ഒന്ന് ലൈനിട്ട് നോക്കിയതാ. ലൈനാ? മുത്തശ്ശനോട് ചൂടാവണ്ട, കൊതുകിനും ഇല്ലേ ക്രിമികടി. തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശനെ ചീത്തേക്കുന്നേ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കരെ, ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്തത്? ഞാനാ. അത് തന്നെ. എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കയ്യത്രോന്ന് പറഞ്ഞ എന്താണോ തേയിലുള്ളിൽ കളിക്കാ? അതിട്ടങ്ങടെ കളിക്ക. എന്താ അവിടെ ഒരു കോട്ട് പോയിടാൻ പാടില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോട്ടെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശണ്ടാ? കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ, താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി, ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ 2 കാല് അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു, അപ്പളെ നീ പഠിക്കുള്ളൂ. എടാ, ആ കിണ്ടി എങ്ങനെ തക്കോട് തിരിച്ചു നോക്കുന്നേ ലക്ഷണക്കേടാ. ഓ അതല്ലേ, കിണ്ടി തിരിച്ചു വാക്കാൻ പറഞ്ഞേ, നീ എന്തിനാ തിരിഞ്ഞിരുന്നത്? കിണ്ടിന്നാണല്ലേ പറഞ്ഞത്, ഞാൻ കേട്ടത് കുണ്ടിന്നാ. സോറി, തെറ്റിദ്ധരിച്ചു. അങ്ങനെ വെക്ക്. കിണ്ടിയുടെ വാൽ തക്കോട്ട് വെക്കുന്നു, ഉദയത്തിലേക്ക് മാത്ര. ഈ ചട്ടു എങ്ങനെ തക്കോട്ട് തിരിച്ചു വെക്കാൻ മുത്തച്ഛ? കളിയാക്കണ്ട. ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇതെവിടെയായിരുന്നു? ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ? നല്ല അസല് മിലിറ്ററി സാധന, ഒരെണ്ണം കഴിച്ചാ മതി. പടവലങ്ങി. അയ്യോ, ആ പോഞ്ഞിക്കര കാണണ്ട, ഗ്ലാസിനകത്തിരിപ്പുണ്ട്. എന്റെ വാപ്പണത് പോയി. അയ്യോ, കമ്പി സാറ് അല്ല, തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലത് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി. കിട്ടിയ തക്കത്തിന് രണ്ടുപേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാ? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാതെ ഒഴിക്കട്ടെ അച്ചു. സാറ് മദ്യപാനം കുടിക്കോ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല, വല്ലപ്പോഴും. ഞാൻ ഗ്ലാസ് എടുക്കും. സാറിന് കുറച്ച് കൊടുത്താൽ മതി. ഗ്ലാസ് എടുക്കാൻ ഫിറ്റാവില്ലേട്ടാ, തണുപ്പിന് സോഡ കുറവാ. സാറ് കഴിക്കുന്നു കരുതിയില്ല. ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാരണവന്മാരുടെ ബഹളം. അലമാരയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിന്ന് തുടങ്ങാം. എന്റെ അച്ചു ഒന്ന് മുട്ടിക്കടാ. ഞാനും ഒരുപാട് ആലോചനകൾക്ക് ശേഷം എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു ബന്ധം ഒത്തു വന്നത്. അറിയാലോ, സംസാരശേഷി ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാതിരിക്കുമായിരുന്നു. എന്റെയും സരസ്വതിയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നമുക്ക് ഈ കല്യാണം ഒരു ഉത്സവം തന്നെ ആക്കണം. ഞാൻ ഇവനെന്താ കഴിക്കാത്ത? ഒഴിക്കടാ. ഞാൻ ഒഴിക്കാറേ ഉള്ളൂ, കഴിക്കാറില്ല. എനിക്കിതൊക്കെ നിഷിദ്ധ. ഇത് മാത്രമല്ല, പുകവലി, മുറുക്ക്, അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല. നാവിന്റെ രുചി പോകാൻ പാടില്ലേ? ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് ബോധിക്കൂ. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഞാൻ ഇവനെ കൊണ്ട് തൊടിയിക്കാറേ ഇല്ല. ശരിയാ, തൊടാതിരിക്കുന്ന നല്ലത്. നാവിന്റെ രുചി മാത്രമല്ല, ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. രണ്ടാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. അല്ല, തലയും കുത്തിച്ചാട്ടം തുടങ്ങിയോ? കല്യാണം ഞങ്ങൾ കൊഴിപ്പിക്കുമല്ലേ?
അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല, അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചേ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ട് അതെ 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 അതെ. ദേഹണ്ടക്കാരനോട് ചോദിച്ചില്ല. അങ്ങടെ ആരും പറഞ്ഞില്ലേ? ആ കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് പോട്ടെ മോളെ. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ. കഴിച്ചില്ല ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പൂലെന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഒരു കല്യാണം നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ച് കിടത്താൻ നീയുടെ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്, പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഓഹോ, അങ്ങനാണെങ്കിൽ അക്കൂടത്തെ ചെക്കനെ പെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കായിരുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ. തനിക്ക് ചെക്കൻ വേണോ? ദേ, ഞാൻ റെഡി. അത് ശരിയാ, പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെന്നേ. സാർ പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. എന്നാ സാർ പറയേ. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീ മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണിയില്ല, നിനക്കെന്ന് സദ്യ കൊണ്ട് കഴിയുകയും ചെയ്യും.